ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 28-ാം ദിവസം ദൈവം മോശയെ വിളിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ, 45-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഈജിപ്തിലെ അടിമത്തം മൂലം കഷ്ടപ്പെടുന്ന ഇസ്രായേല്യരുടെ നിലവിളി ശ്രവിച്ച ദൈവം അവരെ വിമോചിപ്പിക്കുവാനുള്ള ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നു. ദൈവം മോശയോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. കർത്താവിന് ബലിയർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളും ഇസ്രായേൽ ജനത്തിനും തലമുറകൾക്കുമായി നിർദ്ദേശിക്കുന്നതും ഇന്നേ ദിവസം നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം. മോശയെ വിളിക്കുന്നു. മോശ തൻ്റെ അമ്മായിയപ്പനായ മിദിയാനിലെ പുരോഹിതൻ ജത്രോയുടെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മരുഭൂമിക്കപ്പുറത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹൊറബിലെത്തി. അപ്പോൾ മുൾപ്പടർപ്പിൻ്റെ മധ്യേ അഗ്നിജ്വാലയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ടു, അതാ മുൾപ്പടർപ്പ് അഗ്നിയാൽ എരിയുന്നു, എങ്കിലും ആ മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ ആത്മഗതം ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ മഹാദൃശ്യം കാണട്ടെ, എന്തുകൊണ്ട് മുൾപ്പടർപ്പ് എരിഞ്ഞമരുന്നില്ല? അവൻ അത് കാണുവാൻ തിരിയുന്നു എന്ന് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശേ മോശേ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, ഇങ്ങോട്ട് അടുക്കരുത്, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പുകൾ അഴിക്കുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ദൈവത്തെ വീക്ഷിക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് മോശ മുഖം മറച്ചു. വീണ്ടും കർത്താവ് അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ദുരിതം ഞാൻ കാണുക തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മേൽനോട്ടക്കാർ മൂലമുള്ള അവരുടെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും ആ നാട്ടിൽ നിന്ന് നല്ലതും വിസ്തൃതവുമായ ഒരു നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനുമാണ്. ഇപ്പോൾ ഇതാ ഇസ്രായേല്യരുടെ രോദനം എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ അടിച്ചമർത്തുന്ന മർദ്ദനം ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നീ ഇപ്പോൾ പോകുക, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോടുകൂടി തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ തന്നെയാണ് നിന്നെ എന്നതിന് ഇതായിരിക്കും നിനക്കുള്ള അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. ദൈവത്തിൻ്റെ നാമം. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേല്യരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കും, അവിടുത്തെ പേരെന്താണ്? അപ്പോൾ ഞാൻ അവരോട് എന്തു പറയും? ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, ആയിരിക്കുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മോശയോട് വീണ്ടും അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം.
ഇതാണ് തലമുറയിലേക്കുള്ള എൻ്റെ ഓർമ്മ. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, നിങ്ങളെയും ഈജിപ്തിൽ നിങ്ങളോട് ചെയ്യപ്പെടുന്നതും ഞാൻ തീർച്ചയായും സന്ദർശിച്ചിരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈജിപ്തിലെ ദുരിതത്തിൽ നിന്ന് കാനാന്യരുടെയും ഹിത്യരുടെയും അമോര്യരുടെയും പെരീസ്യരുടെയും ഹിവ്യരുടെയും ജബൂസ്യരുടെയും നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവർ നിന്റെ സ്വരം ശ്രവിക്കും. അനന്തരം നീയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ഈജിപ്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലണം. നിങ്ങൾ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പക്കൽ സന്നിഹിതനായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ 3 ദിവസത്തെ യാത്ര പോകട്ടെ. എന്നാലും കരുത്തുറ്റ കരത്താലല്ലാതെ ഈജിപ്ത് രാജാവ് നിങ്ങളെ പോകാൻ അനുവദിക്കുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കരം നീട്ടി ഈജിപ്തിൻ്റെ മധ്യേ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾ കൊണ്ടും ഞാൻ അതിനെ പ്രഹരിക്കും. അതിനുശേഷം ഞാൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ഈ ജനത്തോടുള്ള പ്രീതി ഞാൻ ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവളുടെ വീട്ടിലെ അതിഥിയോടും സ്വർണ്ണ ഉരുപ്പിടികളും വെള്ളി ഉരുപ്പിടികളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. ലേവ്യരുടെ പുസ്തകം 3-ാം അധ്യായം. സമാധാന ബലിയാണ് ഒരുവൻ്റെ കാഴ്ചവസ്തുവെങ്കിൽ അവൻ കാഴ്ചവെക്കുന്നത് കാലിക്കൂട്ടത്തിൽ നിന്ന് ആണിനെയോ പെണ്ണിനെയോ ആണെങ്കിൽ തികവുറ്റതിനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. തൻ്റെ കാണിക്കമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമ കൂടാര വാതിൽക്കൽ വെച്ച് അതിനെ അറക്കണം. രക്തം അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലി വസ്തുവിൽ നിന്ന് കർത്താവിന് അവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ അത് ബലിപീഠത്തിൽ അഗ്നിക്ക് മീതെ വിറകിന്മേലുള്ള ഹോമയാഗത്തിന്മേൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. കർത്താവിന് സമാധാന ബലിക്കായുള്ള ഒരുവൻ്റെ കാഴ്ചവസ്തു ആട്ടിൻകൂട്ടത്തിൽ നിന്നാണെങ്കിൽ തികവുറ്റ ആണോ പെണ്ണോ ആണ് അവൻ അർപ്പിക്കേണ്ടത്. ചെമ്മരിയാടിനെയാണ് തൻ്റെ കാഴ്ചവസ്തുവായി കൊണ്ടുവരുന്നതെങ്കിൽ അവനത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. തൻ്റെ കാണിക്കമൃഗത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട് അവൻ അതിനെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അറക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് കർത്താവിന് അവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. അതിൻ്റെ മേധസ്സും, അതായത് കൊഴുത്ത വാൽ പൂർണ്ണമായും അവൻ അത് നട്ടലോട് ചേർത്താണ് വേർതിരിച്ചെടുക്കേണ്ടത്. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിന് മേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് അഗ്നിയിലുള്ള ഭോജനാർപ്പണമായി ബലിപീഠത്തിൽ ധൂമിക്കണം. അവൻ്റെ കാഴ്ചവസ്തു കോലാടാണെങ്കിൽ അവൻ അതിനെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കണം. സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അവൻ അതിൻ്റെ തലയിൽ തൻ്റെ കൈ വെച്ചിട്ട് അതിനെ അറക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. കൂടാതെ അതിൽ നിന്ന് അവൻ തൻ്റെ കാഴ്ചവസ്തുവായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിന് മേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് സുരഭില പരിമളത്തിനായി അഗ്നിയിലുള്ള ഭോജനാർപ്പണമാണത്. മേധസ്സു മുഴുവൻ കർത്താവിനുള്ളത് അത്രേ. ഒന്നിൻ്റെയും രക്തവും ഒന്നിൻ്റെയും മേധസ്സും നിങ്ങൾ ഭക്ഷിക്കരുത്. എല്ലാ സ്ഥാനങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരു ശാശ്വത ചട്ടമാണത്. അധ്യായം 4. പാപമുക്തിയാഗം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രഖ്യാപിക്കുക,
വിലക്കപ്പെട്ടവയെക്കുറിച്ചുള്ള ഏതെങ്കിലും കർത്തൃകൽപ്പനകളിൽ നിന്നകന്ന് ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് അവയൊന്നിൽ വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ. അഭിഷിക്ത പുരോഹിതനാണ് ജനത്തിൻ്റെ അപരാധത്തിനുടമയാകും വിധം പാപം ചെയ്യുന്നതെങ്കിൽ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി സമർപ്പിക്കണം. അവൻ മൂരിയെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്തൃസന്നിധിയിൽ കൊണ്ടുവരണം. മൂരിയുടെ തലയിൽ തൻ്റെ കൈവച്ചിട്ട് കർത്തൃസന്നിധിയിൽ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് അത് കൊണ്ടുചെല്ലണം. പുരോഹിതൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി കർത്തൃസന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ തിരശീല മുഖത്ത് 7 പ്രാവശ്യം കുറച്ച് രക്തം തൂകണം. തുടർന്ന് പുരോഹിതൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ പരിമള ധൂപന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ മേൽ കുറച്ച് രക്തം പുരട്ടണം. അനന്തരം സമാഗമ കൂടാര വാതിൽക്കലുള്ള ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മൂരിയുടെ രക്തം മുഴുവൻ ഒഴിക്കണം. പാപമുക്തിയാഗത്തിനുള്ള മൂരിയുടെ മേധസ് മുഴുവൻ അതിൽ നിന്ന് മാറ്റണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിന് മേലുള്ള മേധസ് മുഴുവനും, ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് എന്ന പോലെ അവ ഹോമബലിപീഠത്തിന്മേൽ പുരോഹിതൻ ധൂപാർപ്പണമാക്കണം. എന്നാൽ മൂരിയുടെ തോലും അതിൻ്റെ തലയിലെ കാൽവെണ്ണയിലെയും മാംസം മുഴുവനും ആന്തരാവയവവും ചാണകവും മൂരിയെ അപ്പാടെ പാളയത്തിന് വെളിയിൽ നെയ്ച്ചാരമിടുന്ന ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് വിറകിന്മേൽ തീയിൽ ദഹിപ്പിക്കണം. നെയ്ച്ചാരം തള്ളുന്ന സ്ഥലത്ത് തന്നെ അത് ദഹിപ്പിക്കപ്പെടണം. ഇസ്രായേൽ സമൂഹം മുഴുവനും അബദ്ധം കാട്ടുകയും അക്കാര്യം സംഘത്തിൻ്റെ ദൃഷ്ടികളിൽ നിന്ന് ഗുപ്തമായിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത് ചെയ്യപ്പെടാത്തവയെക്കുറിച്ചുള്ള സകല കർത്തൃകൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ച് അവർ കുറ്റക്കാരാകുന്നെങ്കിൽ അതിനെതിരെ അവർ ചെയ്ത പാപം തിരിച്ചറിയുമ്പോൾ സംഘം ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി കാഴ്ചവെക്കണം. അതിനെ അവർ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് സമൂഹശ്രേഷ്ഠന്മാർ മൂരിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്തൃസന്നിധിയിൽ അവൻ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ കുറച്ച് രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ തൻ്റെ വിരൽ മുക്കി കർത്തൃസന്നിധിയിൽ തിരശീല മുഖത്ത് രക്തത്തിൽ നിന്ന് 7 തവണ തൂകണം. അവൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം. സമാഗമ കൂടാര വാതിൽക്കലുള്ള ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മുഴുവൻ രക്തവും ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവൻ അതിൽ നിന്ന് മാറ്റി ബലിപീഠത്തിൽ അവൻ ധൂമിക്കണം. പാപമുക്തിയാഗത്തിനുള്ള മൂരിയോട് ചെയ്തതുപോലെ ഈ മൂരിയോടും അവൻ ചെയ്യണം. അങ്ങനെ തന്നെ അതിനോട് ചെയ്യണം. പുരോഹിതൻ അവരെ പ്രതി പാപപരിഹാരം ചെയ്യുമ്പോൾ അവരോട് ക്ഷമിക്കപ്പെടും. അനന്തരം ആദ്യത്തെ മൂരിയെ ദഹിപ്പിച്ചതുപോലെ ഈ മൂരിയെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം. ഇതാണ് സംഘത്തിൻ്റെ പാപമുക്തിയാഗം. അധികാരിയായവൻ പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത് ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള ദൈവമായ കർത്താവിൻ്റെ സകല കൽപ്പനകളിൽ നിന്ന് ഒന്ന് അബദ്ധവശാൽ ലംഘിച്ചാൽ അവൻ കുറ്റക്കാരനാകുന്നു. അഥവാ താൻ പാപം ചെയ്തത് എന്തിലെന്ന് അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അവൻ തൻ്റെ കാഴ്ചവസ്തുവായി തികവുറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കൊണ്ടുവരണം. അവൻ മുട്ടനാടിൻ്റെ തലയിൽ തൻ്റെ കൈവയ്ക്കുകയും കർത്തൃസന്നിധിയിൽ ഹോമയാഗ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കുകയും വേണം. ഇതും പാപമുക്തിയാഗമാണ്. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവൻ സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ് പോലെ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള കർത്തൃകൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ചതിലൂടെ സാധാരണക്കാരനായൊരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത കുറ്റക്കാരനായി എന്നിരിക്കട്ടെ. അഥവാ താൻ ചെയ്ത പാപം അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു കോലാട്ടിൻ പെൺകുഞ്ഞിനെ തൻ്റെ കാണിക്കയായി കൊണ്ടുവരണം. അവൻ പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച് ഹോമസമർപ്പണ സ്ഥലത്ത് വെച്ച്
പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ അർക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവൻ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ അതിൻ്റെ മുഴുവൻ മേധസ്സും അവൻ വേർതിരിക്കണം. അനന്തരം കർത്താവിന് സുരഭില പരിമളത്തിനായി പുരോഹിതൻ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. പാപമുക്തിയാഗത്തിനുള്ള തൻ്റെ കാണിക്കയായി ഒരു ചെമ്മരിയാടിനെയാണ് അവൻ കൊണ്ടുവരുന്നതെങ്കിൽ തികവുറ്റ പെണ്ണാടിനെയാണ് കൊണ്ടുവരേണ്ടത്. പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈവയ്ക്കണം. ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് പാപമുക്തി യാഗമായി അവൻ അതിനെ അറക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവനും ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അവൻ അതിൻ്റെ മേധസ് മുഴുവൻ സമാധാന ബലിമൃഗമായ ചെമ്മരിയാടിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ വേർതിരിക്കണം. ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾക്കുമേൽ പുരോഹിതൻ അവ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ താൻ ചെയ്ത പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. 45-ാം സങ്കീർത്തനം. രാജകീയ വിവാഹം. ഗായക നേതാവിന് ലില്ലികൾ എന്ന മട്ടിൽ കൊറേഹ്യരുടെ പ്രബോധന ഗീതം. സ്നേഹിതകളുടെ ഗീതം. നല്ല രാശിയത്താൽ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു. രാജാവിനോട് ഞാൻ എൻ്റെ കവിതകൾ ചൊല്ലട്ടെ. കഴിവുറ്റ ഒരു എഴുത്തുകാരൻ്റെ തൂലികയാണ് എൻ്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ. നിൻ്റെ അധരങ്ങളിൽ പ്രസാദം ചൊരിയപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദൈവം നിന്നെ ശാശ്വതമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലയോ വീരപുരുഷ, നിൻ്റെ വാൾ അരയിൽ ധരിക്കുക. നിൻ്റെ പ്രതാപവും നിൻ്റെ പ്രാഭവവും തന്നെ. നിൻ്റെ പ്രാഭവത്തിലേക്ക് നീ കുതിക്കുക. സദ്വചനത്തിൻ്റെയും ശരിയായ എളിമയുടെയും പാതയിൽ സവാരി ചെയ്യുക. നിൻ്റെ വലത്തുകൈ നിൻ്റെ ഭീതിത കൃത്യങ്ങൾ അഭ്യസിപ്പിക്കട്ടെ. ജനങ്ങൾ നിൻ്റെ കീഴിൽ നിപതിക്കും. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിൻ്റെ അമ്പുകൾ തറഞ്ഞു കയറും. നിൻ്റെ സിംഹാസനം ദൈവമേ എന്നേക്കുമുള്ളതാണ്. നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ പരമാർത്ഥതയുടെ ചെങ്കോലാണ്. നീതിയെ നീ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിൻ്റെ ചങ്ങാതിമാരിൽ നിന്ന് നിന്നെ ആമോദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിൻ്റെ അങ്കികളെല്ലാം നറുംപശിയും ചന്ദനവും ലവംഗവുമാണ്. ദന്തകൊട്ടാരങ്ങളിൽ നിന്നുള്ള തന്ത്രിവാദ്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ വിലപ്പെട്ടവരിൽ രാജകുമാരിമാരുണ്ട്. നിൻ്റെ വലത്തുവശത്ത് ഓഫീർ പൊന്നോടെ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക. നിൻ്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. രാജാവ് നിൻ്റെ സൗന്ദര്യം മോഹിക്കും. അവൻ നിൻ്റെ നാഥനാണല്ലോ, അവന് വണങ്ങുക. ടയർപുത്രി, ജനത്തിൻ്റെ സമ്പന്നർ ഉപഹാരം കൊണ്ട് നിൻ്റെ മുഖം തരളിതമാക്കും. രാജകുമാരിയുടെ സമ്പാദ്യമെല്ലാം ആന്തരികമാണ്. അവളുടെ ഉടയാട സ്വർണ്ണ കസവിൽ നിന്നുള്ളതാണ്. വർണ്ണശബളമായ അങ്കിയണിയിക്കപ്പെട്ട് രാജാവിൻ്റെ പക്കലേക്ക് അവൾ ആനീതയാകുന്നു. അവളുടെ അകമ്പടിയായുള്ള കന്യകമാരായ തോഴിമാർ നിൻ്റെ പക്കലേക്ക് ആനയിക്കപ്പെടുന്നു. സന്തോഷപ്രകടനങ്ങളോടും ആനന്ദത്തോടും കൂടി ആനീതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിൻ്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്തായിരിക്കും. ഭൂമിയിലെങ്ങും നീ അവരെ പ്രഭുക്കന്മാരായി വാഴിക്കും. തലമുറ തോറും നിൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാനിടയാക്കും. ആകയാൽ ജനങ്ങൾ നിന്നെ നിത്യവും എന്നേക്കും പ്രകീർത്തിക്കും.